ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് അപ്ലൈഡ് അനാട്ടമിയിൽ ആദ്യത്തെ യൂണിറ്റായ ഇൻട്രഡക്ഷൻ ടു അനാട്ടമിയിലെ മെഡിക്കൽ ടെർമിനോളജീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് അനാട്ടമിക്കൽ ടെർമിനോളജീസ് പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഹ്യൂമൻ സെല്ലിൻ്റെ അനാട്ടമിയും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടിഷ്യൂസാണ്. ഈ ക്ലാസ്സിൽ ടിഷ്യൂ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ, അതിൻ്റെ ഫങ്ഷൻ, വേർ ഇറ്റ്സ് ലൊക്കേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണും. ഇത് 2 പാർട്ടായിട്ടായിരിക്കും, കാരണം ഇത് കുറച്ച് ലെന്തി ക്ലാസ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടിഷ്യൂസ്. Definition of tissue. Biological tissue is a collection of interconnected cells that perform a similar function within an organism. In other words, it is a group of cells working together mainly inside an organism. ഇത് ടിഷ്യൂവിൻ്റെ ഡെഫിനിഷനാണ്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് സെൽ കമ്പൈൻ ടുഗദർ ടു ഫോം ടിഷ്യൂ. അത് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന കുറേ സെൽസ് ഒന്നിച്ച് ചേരുമ്പോൾ ഒരു ടിഷ്യൂ ആയി മാറും. അതിൻ്റെ ഒരു സെയിം ഗോളിന് വേണ്ടിയിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. ആദ്യത്തെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ട് യു മീൻ ബൈ ടിഷ്യൂവിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ആദ്യം ഒരു ഡെഫിനിഷൻ എഴുതണം. ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ വർക്കിംഗ് ടുഗദർ മെയിൻലി ഇൻസൈഡ് ആൻ ഓർഗാൻ. ഇങ്ങനെ എഴുതിയാലും മതി. ഇനി അല്ലെങ്കിൽ മുഴുവൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, ഇഷ്ടമുള്ള പോലെ എഴുതാമെന്നാണ്. ഇതൊരു ഡെഫിനിഷനായിട്ടൊന്നും വരില്ല. എന്തെങ്കിലും എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, വാട്ട് ഈസ് ദ ഡിഫറൻഷിയേറ്റ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡെഫിനിഷനിലാണ് തുടങ്ങേണ്ടത്. സോ ദാറ്റ് ടൈം യു ക്യാൻ യൂസ് ദിസ് സെക്കൻഡ് പോർഷൻ. ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ വർക്കിംഗ് ടുഗദർ മെയിൻലി ഇൻസൈഡ് ആൻ ഓർഗൻ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂ. ഇവിടെ മുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ ഇനി യൂണിറ്റ് പഠിക്കുമ്പോൾ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം, പിന്നെ നെർവസ് സിസ്റ്റം, ഇങ്ങനെ പല സിസ്റ്റംസ് പഠിക്കും. അതിൻ്റെ അകത്ത് ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത് സെയിം തിങ് ആണ്. അവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആണ് എന്നേ ഉള്ളൂ. പക്ഷേ ഇത് പഠിച്ചെഴുതിയാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഇതൊക്കെ 3 മാർക്ക് 5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്ര എഴുതിയാൽ മതി നിങ്ങൾ. So, classification of tissue. Human body is composed of 4 basic types of tissue. 4 tissues ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഇത് മറക്കാൻ പാടില്ല. 4 types of tissue. Epithelial tissue, connective tissue, muscular tissue, nervous tissue. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂ ഇതാണ്, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. ഈ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ. What do you mean by epithelial tissue? Epithelial tissue is a layer or layers of cell covering body surface and all the body cavity opening into it. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതലുള്ള ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു ലെയർ ആയിരിക്കാം, ലെയേഴ്സ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു സിംഗിൾ ലെയറായിട്ട് ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെയറായിട്ട് കാണാം. ഇതെവിടെയാണ് കാണുന്നത്? കവറിങ് സെൽ സർഫസ്. എല്ലാ സെല്ലിൻ്റെ സർഫസിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലാണെങ്കിൽ നമ്മൾ സെല്ലിൻ്റെ സൈറ്റോപ്ലാസം അതിൻ്റെ എല്ലാം കവറിങ് ആയിട്ടാണ് കാണുന്നത്. അതർവൈസ് ഓൾ ദ ബോഡി ക്യാവിറ്റി ഓപ്പണിംഗ് ഇൻ ടു ഇറ്റ്. ബോഡി ക്യാവിറ്റി ഓപ്പണിംഗ് ഇൻ ടു ഇറ്റ്. ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പേസാണ്. ക്യാവിറ്റി ഇസ് എ ഹോളോ സ്പേസ്. എക്സാമ്പിളായിട്ട് തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റിയുടെ മലയാളം അറിയില്ല. തൊറാസിക് ക്യാവിറ്റി, ഈ തൊറാസിക് ക്യാവിറ്റിയിലാണ് ലങ്സ്, ഹാർട്ട് ഉള്ളത്. അതായത് ഒരു സ്പേസാണ്. തൊറാസിക് സ്പേസിൽ ലങ്സ് ഉണ്ട്, ഹാർട്ടുണ്ട്, പിന്നെ മീഡിയസ്റ്റേണൽ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ക്യാവിറ്റി. വേറൊരു ക്യാവിറ്റിയാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റി കുറേ സ്പേസ് ഉണ്ട്. അവിടെ എന്താണ്? സ്റ്റൊമക്ക് ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെയാണ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ ക്യാവിറ്റിയുടെ ലൈനിങ്ങും എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. നെക്സ്റ്റ്, എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഡീറ്റെയിൽ ആണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ കവർ ഓർ ലൈൻ ദ ബോഡി സർഫസ്. നമ്മൾ പറഞ്ഞു കവറിങ് ദ ബോഡി സർഫസ് ആണ്. സോ ഇറ്റ്സ് കോൾഡ് കവറിങ് എപ്പിത്തീലിയ. ബോഡി സർഫസിനെ കവർ ചെയ്യുന്ന എപ്പിത്തീലിയയ്ക്ക് നമ്മൾ കവറിങ് എപ്പിത്തീലിയ എന്ന് പറയും. എപ്പിത്തീലിയൽ സെൽസ് ഫോം ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സെക്രീറ്ററി ഗ്ലാൻഡ്. സെക്രീറ്ററി ഗ്ലാൻഡ് ഉണ്ട്. സെക്രീറ്ററി ഗ്ലാൻഡ് എന്ന് എന്തെങ്കിലുമൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. സ്വെറ്റ് ഗ്ലാൻഡ്, അതെന്താണ്? സ്വെറ്റ് സെക്രീറ്റ് ചെയ്യുന്നതിന് സെക്രീറ്ററി ഗ്ലാൻഡ് എന്ന് പറയും. സലൈവറി ഗ്ലാൻഡ്, സലൈവ സെക്രീറ്റ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻഡ് എന്ന് പറയും. അതിനെയൊക്കെ കവർ ചെയ്യുന്നതും എപ്പിത്തീലിയൽ സെല്ലാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കവർ ചെയ്യുന്ന എപ്പിത്തീലിയൽ സെല്ലിനെ ഗ്രാനുലാർ എപ്പിത്തീലിയ എന്ന് പറയും. സോ 2 ടൈപ്പായിട്ട് പറയും, കവറിങ് എപ്പിത്തീലിയ ആൻഡ് ഗ്രാനുലാർ എപ്പിത്തീലിയ. എപ്പിത്തീലിയ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ഒറിജിൻ ഓഫ് ടിഷ്യൂ. ഒറിജിൻ ഓഫ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്, എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം, തുടക്കം, അതാണ് ഒറിജിൻ ഓഫ് ടിഷ്യൂ. എ ഫെർട്ടിലൈസ്ഡ് എഗ് ഡിവൈഡഡ് ടു പ്രൊഡ്യൂസ് 3 പ്രൈമറി ജേം സെൽ ലെയർ. This layer differentiate to form the tissue from the body. ഈ
ഫെർട്ടിലൈസ്ഡ് എഗ്ഗ്, ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിലൊക്കെ. ഫെർട്ടിലൈസേഷൻ, ഓവും സ്പേം ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട്, അതായത് ഒരു പുതിയ ബേബി ഉണ്ടാകുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് എന്ന് പറഞ്ഞാൽ, അതായത് സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്ത ഒരു എഗ്ഗ്, അതേ സൈഗോട്ട് എന്നാണ് പറയുന്നത്. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് 3 ലെയറുണ്ട്. ഇതൊരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗാണ്. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഈ താഴെ കാണുന്ന ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ളതാണ്. ട്രോഫോപ്ലാസ്റ്റ്, അതൊന്നും ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന് 3 ലെയറുണ്ട്. ഇതിന് എക്ടോഡേം, ഈ ഔട്ട്സൈഡിൽ കാണുന്ന ലെയർ എക്ടോഡേം, ഈ മിഡിലിൽ കാണുന്ന റെഡാണ് മിസോഡേം, ആൻഡ് അകത്ത് കാണുന്ന ബ്ലൂ ആണ് എൻഡോഡേം. ഈ 3 ലെയറിൽ നിന്നാണ് ബോഡിയിലെ മോസ്റ്റ് ഓഫ് ദ എല്ലാ കാര്യങ്ങളും, അതായത് എസ്പെഷ്യലി ഈ ടിഷ്യൂസും എല്ലാം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്ടോഡേം ഔട്ട്സൈഡാണ്. ഇതിൽ നിന്നാണ് ഡെർമിസ്. ഡെർമിസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഏറ്റവും മുകളിലുള്ള പാർട്ടിനെയാണ് ഡെർമിസ് എന്ന് പറയുന്നത്. ഡെർമിസ് ഗ്രാൻഡുലാർ ടിഷ്യൂസ് ഓഫ് ബ്രസ്റ്റ്, കോർണിയ, ജംഗ്ഷണൽ സോൺ ഓഫ് ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത് വായുടെ ഓറൽ ക്യാവിറ്റിയുടെയാണ്. അതിൻ്റെ ഏനൽ കനാൽ. ഇതൊക്കെയാണ് എക്ടോഡേം. എൻഡോഡേം ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട. ഇതിൽ ഒരു ക്വസ്റ്റിനും ഈ പാട്ടൊന്നും വരില്ല. എക്ടോഡേം, എൻഡോഡേം, മിസോഡേം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇന്നർ ലൈനിങ് ഓഫ് എലിമെൻ്ററി കനാൽ, അതായത് ഗ്യാസ്ട്രിക്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, ഇതിൻ്റെ എല്ലാം ഇന്നർ ലൈനിങ്ങിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എൻഡോഡേമിൽ നിന്നാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് യൂറോജെനിറ്റൽ ട്രാക്ട്, ഇതും എൻഡോഡേമിൽ നിന്നാണ്. ഇൻസൈഡ് ലെയറാണ്. മിസോഡേം എന്ന് പറഞ്ഞാൽ നടുക്കത്തെ ലെയറാണ്. ലൈനിങ് ഓഫ് ഇൻറ്റേർണൽ ക്യാവിറ്റി, പ്ലൂറ, പെരിറ്റോണിയം ആൻഡ് പെരിക്കാർഡിയ. പ്ലൂറ ലങ്സിൻ്റെ കവറിംഗ് ആണ്. പെരിറ്റോണിയം അബ്ഡോമിൻ്റെയാണ്. പെരിക്കാർഡിയം ഹാർട്ടിൻ്റെയാണ്. ഇവിടെയെല്ലാം മിസോഡേം എന്നാണ് ഫോം ചെയ്യുന്നത്. ഇനി എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ ലൈനിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആൻഡ് ലിംഫാറ്റിക്. ബ്ലഡ് വെസൽസിൻ്റെയും ലിംഫാറ്റിക്കിൻ്റെയും ലൈനിങ്ങിന് പറയുന്ന പേരാണ് എൻഡോത്തീലിയം. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ടിഷ്യൂസ്. ഫങ്ഷൻസ്, ഇപ്പോൾ നമ്മളൊരു ടിഷ്യൂ ചോദിക്കുക, എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് ചോദിച്ചാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നാന്ന് എഴുതണം, ഡെഫിനിഷൻ. പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഒരുപാട് ടൈപ്സ് ഉണ്ട്, അത് എഴുതണം. അതോടൊപ്പം ഈ ഫങ്ഷനൂടെ എഴുതണം. അപ്പോഴാണത് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഫങ്ഷൻസ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ: ടു പ്രൊട്ടക്റ്റ് ദ ടിഷ്യൂ ദാറ്റ് ലൈസ് ബിനീത്ത് ഇറ്റ് ഫ്രം റേഡിയേഷൻ, അതായത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ സ്കിന്നിൻ്റെ എപ്പിഡെർമിസ് ഏറ്റവും മുകളിലുള്ള ലെയറാണ്. അപ്പോൾ ഈ ലെയറിൻ്റെ എന്താണ് ഫങ്ഷൻ? പ്രൊട്ടക്റ്റ് ചെയ്യുക ബോഡീനെ എന്തിൽ നിന്ന്? റേഡിയേഷൻ. ഡെസിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം എന്നൊക്കെ പറയും. അത് വെള്ളമൊക്കെ ഇങ്ങനെ ഒരുപാട് പോയി ഡ്രൈ ആവാതെ. ടോക്സിൻസ്, ഇൻവേഷൻ ബൈ പതോജൻസ് ആൻഡ് ഫിസിക്കൽ ട്രോമ. ഇൻവേഷൻ ബൈ പതോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് രോഗാണുക്കളൊന്നും ബോഡിയിൽ പ്രവേശിക്കാതെ. ടോക്സിക് എന്ന് പറഞ്ഞാൽ അതും എന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾക്കാണ് ഈ ടോക്സിൻസ് എന്നൊക്കെ പറയുന്നത്. അതും ബോഡിയിൽ പ്രവേശിക്കാതെ എന്തെങ്കിലും ട്രോമ, ഇങ്ങനെ മുറിവുകൾ, ഇതിൽ നിന്നെല്ലാം തടയുന്നത് തടയുന്നതല്ല, ജസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതാണ്. The regulation and exchange of chemicals between the underlying tissue and body cavity. Regulation and exchange of chemicals. The secretion of hormone into the blood vascular system and or the secretion of sweat, അതായത് ഗ്ലാൻഡുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞു. സ്വെറ്റ്, മ്യൂക്കസ്, എൻസൈം ആൻഡ് അതർ പ്രൊഡക്റ്റ് ദാറ്റ് ആർ ഡെലിവേർഡ് ബൈ ഡക്റ്റ് ഗ്രാനുലാർ എപ്പിത്തീലിയം. 3 കാര്യങ്ങളേ ഉള്ളൂ. 1 പ്രൊട്ടക്ഷൻ, ഓക്കെ. 2 റെഗുലേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കെമിക്കൽസ്. 3 സെക്രീഷൻ, സെക്രട്ടറി ഫങ്ഷൻ. ഇതായിട്ട് പ്രൊവൈഡ് സെൻസേഷൻ ഉണ്ട്. അബ്സോർബ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ ലൈനിങ്, ഫിൽറ്റർ ദ കിഡ്നി, ഫോം സെക്രട്ടറി ഗ്ലാൻഡ്. ഇതെല്ലാം ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതോളം എഴുതുക. അറ്റ്ലീസ്റ്റ് പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് വെച്ചാൽ ഇതും കംപ്ലീറ്റ് ആണ്. പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയം. ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയം, എപ്പിത്തീലിയൽ സെൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത് 4 ടൈപ്പ് ടിഷ്യൂസ് നമ്മൾ പഠിച്ചു. അത് ഫസ്റ്റ് ടൈപ്പാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് കണക്റ്റീവ്, മസ്കുലാർ, നെർവസ് വേറെ ഉണ്ട്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് ടിഷ്യൂവിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് നിങ്ങൾ മറന്നേക്കല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയം എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യും? അക്കോർഡിംഗ് ടു ദ തിക്നെസ്, അതിൻ്റെ സൈസ് അനുസരിച്ച്. സിമ്പിൾ, 1 ലെയർ, ഒറ്റ ലെയറേ ഉള്ളൂ. സ്ട്രാറ്റിഫൈഡ്, മോർ ദാൻ 1 ലെയർ, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ലെയർ ഉള്ളതിനെയാണ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പാണ് അക്കോർഡിംഗ് ടു ദ തിക്നെസ്, ഓക്കെ. അക്കോർഡിംഗ് ടു ദ ഷേപ്പ്, തിക്നെസ് അനുസരിച്ച് 2. ഇനി ഷേപ്പ് അനുസരിച്ച് സ്ക്വാമസ് എപ്പിത്തീലിയം വൈഡർ ദാൻ ടോൾ, അതായത് ഇങ്ങനെ ഇരിക്കും, ടോളല്ല. ക്യൂബോയിഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോഡാണ്, ക്യൂബിക് ഷേപ്പാണ്.
കോളമിനാർ, ദെൻ ടോളർ ദാൻ വൈഡ്. ഇങ്ങനെ അതിൻ്റെ പിക്ചർ ഇപ്പുറത്തുണ്ട്. സോ അപ്പോൾ 4 എണ്ണമാണ്, 3 എണ്ണമാണ് സിമ്പിൾ ആൻഡ് സ്ട്രാറ്റിഫൈഡ് അക്കോർഡിംഗ് ടു ദ തിക്നെസ്. ദെൻ അക്കോർഡിംഗ് ടു ദ ഷേപ്പ് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളമിനാർ എപ്പിത്തീലിയം. ഇനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കും: സിമ്പിൾ സ്ക്വാമസ്, സിമ്പിൾ ക്യൂബോയിഡൽ, സിമ്പിൾ കോളമിനാർ. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്, സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ, സ്ട്രാറ്റിഫൈഡ് കോളമിനാർ. ഇങ്ങനെയാണ് നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ഇത് അക്കോർഡിംഗ് ടു ദ അക്കോർഡിംഗ് ടു തിക്നെസ് ഇത് 2 എഴുതി, അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഇത് 2 എഴുതി. എന്നിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. 1 സിമ്പിൾ സ്ക്വാമസ്, പിന്നെ 2 സിമ്പിൾ ക്യൂബോയിഡ്, 3 സിമ്പിൾ കോളമിനാർ, ഇങ്ങനെ എഴുതുക. പിന്നെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്, സ്ട്രാറ്റിഫൈഡ് ക്യൂബ്, അങ്ങനെയാണ് എഴുതേണ്ടത്. സോ ഇതാണ് അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ്. നമ്മൾ 2 ടൈപ്പ് പഠിച്ചു, സിമ്പിളുണ്ട്, സ്ട്രാറ്റിഫൈഡ് ഉണ്ട്. സിമ്പിൾ സ്ക്വാമസ് ഇതുണ്ട്, വളരെ ചെറിയ കട്ടി കുറഞ്ഞ് ഇങ്ങനെ ഇരിക്കും സിമ്പിൾ സ്ക്വാമസ്. സോ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ആകുമ്പോഴോ ഇങ്ങനെയുള്ളതിൻ്റെ 1ൽ കൂടുതൽ ലെയറുകൾ വരും. ഇതിനെയാണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എന്ന് പറയുന്നത്. ക്യൂബോയിഡ്, സിമ്പിൾ ക്യൂബോയിഡിൻ്റെ അകത്ത് ഇങ്ങനെ ക്യൂബിക് ഷേപ്പ്, ഇങ്ങനെ സിമ്പിൾ. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ 1ൽ കൂടുതൽ ഒരു ലെയറിൽ കൂടുതൽ വരുന്നതിനെയാണ് സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കോളമിനാർ. കോളമിനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോളായിരിക്കും. സിമ്പിൾ കോളമിനാർ ഒറ്റ സെല്ലേ ഉള്ളൂ, ഒറ്റ സെല്ല്. പക്ഷേ ഈ കാണുന്ന കുഞ്ഞു സീലിയ എന്ന് പറയും. സീലിയ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും എപ്പോഴും കോളമിനാർ വരുന്നത്. ഇനി സ്ട്രാറ്റിഫൈഡ് കോളമിനാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ, അതും ലെന്തിയാണ്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കോളമിനാർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയാം, ഇവിടെ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു, പക്ഷേ ഇവിടെ സ്യൂഡോ കോളമിനാർ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിളിൻ്റെ തന്നെയാണ് വരുന്നത്, ഇവിടം വരെ വന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ബേസ് ഇവിടെ ടച്ച് ചെയ്യും, പക്ഷേ അതിൻ്റെ എൻഡ് പാർട്ട് മുകളിലുണ്ട്. ഇതിൻ്റെയൊക്കെ എൻഡ് പാർട്ട് ഇവിടെ തീരുവാണ്. എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് മുകളിൽ വരെ എത്തണം എന്നില്ല, പക്ഷേ എല്ലാത്തിൻ്റെയും ബേസ് ഇവിടെ ടച്ച് ചെയ്യും. ഇതിനെയാണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഇതാണ് അതിൻ്റെ പിക്ചർ. ഓക്കെ, എ സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽ വിത്ത് ഡിസ്ക് ഷേപ്ഡ് സെൻട്രൽ ന്യൂക്ലിയൈ ആൻഡ് സ്പേഴ്സ് സൈറ്റോപ്ലാസം, ദ സിംപ്ലസ്റ്റ് ഓഫ് ദ എപ്പിത്തീലിയ. അപ്പോൾ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയയ്ക്ക് എത്ര പ്രത്യേകതയുണ്ട്? സിംഗിൾ ലെയറാണ് അല്ലേ, ഒറ്റ ലെയറേ ഉള്ളൂ, സിംഗിൾ ലെയറാണ്. ഫ്ലാറ്റൻഡ് സെൽ വിത്ത് ഡിസ്ക് ഷേപ്ഡ് സെൻറ്റർ, ഇതാണ് ഡിസ്ക് ഷേപ്ഡ് സെൻട്രൽ ന്യൂക്ലിയൈ അതിൻ്റെ സ്പാർസ് സൈറ്റോപ്ലാസം. സ്പാർസ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു തിൻ ലെയർ ഓഫ് സൈറ്റോപ്ലാസം ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. തിൻ ലെയർ ഓഫ് സൈറ്റോപ്ലാസം എന്നാണ് സ്പാർസ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ദിസ് ഇസ് എ സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഫങ്ഷൻ: because it is so thin, the squamous epithelium allow rapid diffusion of gas and water. ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ, ഗ്യാസിനും വാട്ടറിനും മൂവ് ചെയ്യാൻ ഈസിയാണ്. allow the diffusion of gas and water. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂളിൻ്റെ പെട്ടെന്നുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈസിയാണ്, കാരണം ഇതിന് കട്ടി കുറവാണല്ലോ. അതിനാണ് ഫങ്ഷൻ. ലൊക്കേഷൻ: ആൽവിയോളൈ ഓഫ് ലങ്സിൻ്റെ ആൽവിയോളൈ. ദെൻ ബോമാൻ ക്യാപ്സ്യൂൾ ഓഫ് കിഡ്നിയുടെ നമ്മൾ ബോമാൻ ക്യാപ്സ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സാധനം. അതിൻ്റെ ഈ ബോമാൻ ക്യാപ്സ്യൂളിൻ്റെ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സമ്മറി ആയിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങളുടെ നോട്ട് ഇപ്പോൾ നിങ്ങൾ ഏത് ബുക്ക് നോക്കിയാലും ഇതിലും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും. സോ ഇത് തന്നെ നിങ്ങൾക്കൊരു നോട്ടായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇത് മതി. നിങ്ങൾ ആക്ച്വലി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ടിഷ്യൂസ് എത്ര എണ്ണം ഉണ്ട്? 4 ടൈപ്പ് എപ്പിത്തീലിയത്തിൻ്റെ സബ് ഡിവിഷനാണ് പറയുന്നത്. ഓരോന്നിൻ്റെ എങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇത് മാത്രം നോട്ട് എഴുതിയാലും മതി. അത് കംപ്ലീറ്റ് നോട്ടാണിത്. ക്യൂബോയിഡ് എപ്പിത്തീലിയം, സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. സിംഗിൾ ലെയർ, സിമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റ ലെയറേ പാടുള്ളേ. ലെയർ ഓഫ് ക്യൂബിക് ലേക്ക് സെൽ, ഇതുണ്ട് ക്യൂബിക് ലേക്കാണ് സെൽ. സ്പെറിക്കൽ സെൻട്രൽ ന്യൂക്ലിയൈ കണ്ട്, ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെയും ഇങ്ങനെ സെൻട്രൽ ന്യൂക്ലിയൈ ഉണ്ട്. ഫങ്ഷൻ: സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. So location: kidney tubules, duct and secretory portion of small gland, ovary surface.
ഇത്രയാണ്. ഇത് എക്സാമ്പിൾ ചോദിക്കും, ഇങ്ങനെ എക്സാമ്പിൾ ഓഫ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതിൽ പലതിൻ്റെ എക്സാമ്പിൾ, എസ്പെഷ്യലി സ്യൂഡോസ്ട്രാറ്റിഫൈഡിൻ്റെ ഒക്കെയാണ് ലാസ്റ്റ് ടൈം ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം ഓരോ എപ്പിത്തീലിയം അല്ലെ ഓരോ സെല്ലും ടിഷ്യൂസും പഠിച്ചിട്ട് അതെവിടെയാണ് പ്രസൻ്റ് എന്ന് അറ്റ്ലീസ്റ്റ് ഒരു 2 എണ്ണമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലൊക്കേഷൻ അറ്റ്ലീസ്റ്റ് 2 ഞാൻ പറയുന്നത്, ഒരു 3-4 അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബോഡിയിൽ എല്ലാ പാർട്ടിലും എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, കംപ്ലീറ്റ് ഹെഡ് ടു ഫുഡ് എല്ലാ കവറിങ്ങിലും എപ്പിത്തീലിയം, പല എപ്പിത്തീലിയംസാണ്. അതിൽ നിങ്ങൾ ഒരേ ടൈപ്പ് എപ്പിത്തീലിയം കാണുന്ന 1-2 പോർഷൻ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് സിമ്പിൾ കോളമിനാർ എപ്പിത്തീലിയം. ഒറ്റ ഇതുണ്ട്, ടോളാന്ന് പറഞ്ഞു, ഇതാണ് സിമ്പിൾ കോളമിനാർ എപ്പിത്തീലിയം. സിംഗിൾ ലെയർ ഓഫ് ടോൾ സെൽ വിത്ത് റൗണ്ട് ടു ഓവൽ ന്യൂക്ലി. റൗണ്ട് ടു ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് റൗണ്ടുണ്ട്, ഓവലുണ്ട്, റൗണ്ടുണ്ട്, ഓവലുണ്ട്. റൗണ്ടോ ഓവലോ ഓൾമോസ്റ്റ് ആ ഷേപ്പിൽ പോകുന്നതാണ് ന്യൂക്ലി. കോമൺലി മൈക്രോ വില്ലൈ ആർ പ്രസൻറ്റ്. ടൈപ്പ് സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം. അപ്പോൾ ഇത് നോൺ സീലിയേറ്റഡ് ആണേ, ഇവിടെ സീലിയ ഇല്ലല്ലോ, നോൺ സീലിയേറ്റഡ് ആണ്. ഇനി സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയത്തിന് ഇതാണോ? ഇത് സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയമാണ്. കണ്ടോ ഇവിടെ സീലിയ, ഇതാണ് സീലിയ. ഓക്കെ, ഇത് നോൺ സീലിയേറ്റഡ് ആണ്, ഇവിടെ സീലിയ ഇല്ല. അപ്പോൾ 2 ടൈപ്പ് പിടിച്ചു, സീലിയേറ്റഡ് ആൻഡ് നോൺ സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയം. ഫങ്ഷൻസ്: absorption, secretion of mucus, enzyme and other substance. Okay, location important ആണ്. digestive tract, gallbladder, uterine tubes, most of the respiratory tract, upper respiratory tract. ഏതിലെല്ലാമാണോ എയർ പോകുന്ന ഒരു ഫിൽട്രേഷൻ ആവശ്യം അവിടെയെല്ലാം സീലിയ ഉണ്ട്. സോ അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ അകത്ത് സിമ്പിൾ അതിൻ്റെ ലെയർ അനുസരിച്ചാണ് ഈ പറയുന്നത്, അതിൻ്റെ സൈസ് അനുസരിച്ചാണ്, അതിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ്. അപ്പോൾ സിമ്പിളിനകത്ത് സിമ്പിൾ എപ്പിത്തീലിയം നമ്മൾ പഠിച്ചു, സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളമിനാർ എപ്പിത്തീലിയം. ഓരോന്നിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു, ലൊക്കേഷൻ പഠിച്ചു. ഇനി നമ്മൾ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയത്തിലേക്കാണ് പോകുന്നത്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ 1ൽ കൂടുതൽ ലെയർ. അതിൻ്റെ ഏറ്റവും സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം, 1ൽ കൂടുതൽ ലെയറുള്ള സിമ്പിളായിട്ടുള്ളത്, അതായത് ഹൈറ്റ് ഇല്ലാത്തത്, ഇതാണത്. സ്ക്വാമസ് എപ്പിത്തീലിയം കണ്ടോ, 1, 2, 3, 4 ഇങ്ങനെ ഹൈറ്റാണ്. മറ്റേതാണെങ്കിൽ സിമ്പിൾ എപ്പിത്തീലിയം ഒരൊറ്റ ലെയറേ കാണുകയുള്ളായിരുന്നു. These are multi-layer epithelia in which there is a constant formation, maturation and loss of cells. അതായത് ഇങ്ങനെ മേത്ത് വരുന്നു, ഡ്രൈ ആകുന്നു, അത് പോകുന്നു. ചിലപ്പോൾ ഹെഡിൻ്റെ ഒക്കെ സ്കിന്ന് കാണും, പിന്നെ ഓറലോ വായുടെയൊക്കെ തൊലി പോവുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അങ്ങനെ പോകും. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇങ്ങനെ പോകുന്ന, കൈയുടെയൊക്കെ ചിലപ്പോൾ പോകുന്ന കാണാം, ചിലപ്പോൾ ബ്രസ്റ്റ് ടിഷ്യൂസിൻ്റെ ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിരി സ്ഥലത്തുണ്ട്. സോ ഫോർമേഷൻ, മച്ചുറേഷൻ ആൻഡ് ലോസ് ഓഫ് സെൽ. ഓക്കെ, ദീസ് സെൽസ് ആർ ഫോംഡ് അറ്റ് ദ ഇന്നർമോസ്റ്റ് ഓഫ് ബേസ് cell layer, gradually move superficially and eventually shed from the surface. അതായത് തുടക്കം ഇവിടെയാണ് ബേസൽ സെൽ ലെയർ, ഇവിടെ നന്നായിട്ട് ഗ്രോ ചെയ്യും, അതായത് ഫോം ചെയ്യും. ഗ്രാജുവലി മൂവ് സൂപ്പർഫിഷ്യൽ, അതിനുശേഷം ഇത് മുകളിൽ സൂപ്പർഫിഷ്യലിലേക്ക് ചെയ്യും. ഈവൻച്വലി ഈ മുകളിലുള്ള ലെയർ എല്ലാം ഷെഡായി പോകും. അപ്പോൾ താഴെയുള്ള ലെയർ കയറി വരും, മുകളിലുള്ള ലെയർ വീണ്ടും പോകും. അപ്പോൾ താഴെയുള്ള അങ്ങനെയാണ് വരുന്നത്. The basal cell are columnar. Basal cell columnar ആയിരിക്കും. Intermediate cells are cuboidal. Superficial cells are flattened. ഇതിപ്പോൾ ഈ പിക്ചർ ഇങ്ങനെ കാണിച്ചേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലാറ്റൻഡ് ആയിരിക്കും സൂപ്പർഫിഷ്യൽ. ഇതാണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. നെക്സ്റ്റ് 2 മേജർ ടൈപ്പ് ഓഫ് സ്ട്രാറ്റിഫൈഡ്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം 2 ടൈപ്പ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കെരാറ്റിനൈസിങ് ഓർ കെരാറ്റിനൈസ്ഡ്, നോൺ കെരാറ്റിനൈസിങ് ഓർ നോൺ കെരാറ്റിനൈസ്ഡ്. അപ്പം സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയത്തിന് 2 ടൈപ്സ് ഉണ്ട്, കെരാറ്റിനൈസിങ് ഓർ നോൺ കെരാറ്റിനൈസിങ്. ഇനി കെരാറ്റിനൈസ് നോക്കാം. ഫൗണ്ട് അറ്റ് സൈറ്റ് വിച്ച് ആർ സബ്ജക്റ്റഡ് ടു ഡ്രൈ, മെക്കാനിക്കൽ സ്ട്രെസ് ആൻഡ് ഹൈ ലെവൽ ഓഫ് അബ്രിയേഷൻസ്. ഏതാണ്? സ്കിൻ കണ്ടോ, സ്കിന്നിന് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, പിന്നെ മെക്കാനിക്കൽ സ്ട്രെസ്സുകൾ വരും, ഇങ്ങനെ പോറുക, അങ്ങനെ പല കാര്യങ്ങൾ, സ്ട്രെസ്സ് ഔട്ട് സൈഡിലേക്ക് എക്സ്പോസ്ഡ് ആണ്. പിന്നെ എന്താണ് വരുന്നത്? അബ്രിവേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും സ്കിന്ന്. നോസ്ട്രിൽസ്, മൂക്ക്. ഡിസ്റ്റൽ ഏനൽ മീൻസ് കനാൽ, ഔട്ടർ സർഫസ് ഓഫ് ദ ലിംഫാനിക് മെംബ്രെയിൻ, പാർട്ട് ഓഫ് ഗം, ഹാർഡ് പാലറ്റ്, ഇതെല്ലാം ഇങ്ങനെ ചേഞ്ചസ് വരുന്നതാണ്. ഡ്രൈനെസ്സും വായ ഉണങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ വരുന്നിടത്താണ് കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയം കാണുന്നത്, നോർത്തിരിക്കുക. നെക്സ്റ്റ് നോൺ കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയം. നോൺ കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയം ഈസ് പ്രസൻറ്റ് അറ്റ് സർഫസ് സബ്ജക്റ്റ് ടു സ്ട്രെസ് ബട്ട് പ്രൊട്ടക്ട് ഫ്രം ഡ്രൈയിങ്.
നോൺ കെരാറ്റിനൈസ്ഡ് പ്രസൻറ്റ് അറ്റ് സർഫസ് സബ്ജക്റ്റഡ് ടു സ്ട്രെസ്, സ്ട്രെസ്സിന് സബ്ജക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് കാണുന്നത്. ബട്ട് ഡ്രൈ ഇല്ല, ഡ്രൈ ആകത്തില്ല. പ്രൊട്ടക്ട് ഫ്രം ഡ്രൈ, അതിനെ ഡ്രൈ ആകാതെയൊക്കെ വെറ്റാക്കിക്കൊണ്ടിരിക്കും. കെരാറ്റിനൈസ്ഡ് ഡ്രൈ ആകുമായിരുന്നു, സ്കിൻ ഡ്രൈ ആവുമല്ലോ. സോ എക്സാമ്പിൾ, ബക്കൽ ക്യാവിറ്റി, വായിലേക്കാകാം. വായിക്കാകുമ്പോൾ ഡ്രൈ ആയാലും സലൈവ അതിനെ വെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓറോഫാറിൻസ് വെറ്റ് ചെയ്തിരിക്കും, അവിടെ ഡ്രൈ അല്ല. ഡ്രൈ ആകുന്ന കോൾഡ് സമയത്തൊക്കെ ഡ്രൈ ആകുമ്പോഴുള്ള ഡിസ്കംഫോർട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഈസോഫാഗസ് ഓൾവേസ് ദർ ഈസ് പെരിസാൽറ്റിക് മൂവ്മെൻറ്റ് ആൻഡ് ഓൾ ഈസ് വെറ്റ്. ഓക്കെ, പാർട്ട് ഓഫ് ദ ഏനൽ കനാൽ ഡ്രൈ അല്ല. വജൈനൽ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ യൂട്രൈൻ സെർവിക്സ്, കോർണിയ, കണ്ണൊന്നും അങ്ങനെ ഡ്രൈ ആയാലാണ് നാച്ചുറൽ ടീയേഴ്സൊക്കെ ഒഴിക്കുന്നത്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കൺജങ്ടൈവ, ഇന്നർ സർഫസ് ഓഫ് ദ ഐലിഡ്, ഇതൊക്കെ ഡ്രൈ സ്ട്രെസ്സിന് കാരണമാണ്. ഔട്ട്സൈഡിൽ നിന്നുള്ള സ്ട്രെസ്സും ഫോഴ്സും കാര്യങ്ങളും ഒക്കെ വരും. ബട്ട് ഇതിനെ ഡ്രൈ ആകാതെ നോക്കുന്നു, അതിനെയാണ് നോൺ കെരാറ്റിനൈസിങ്. കെരാറ്റിനൈസിങ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആകുന്നു. ഏറ്റവും വലിയ എക്സാമ്പിളാണ് സ്കിൻ. സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം, അത് രണ്ടാമത്തെ. ഇപ്പോൾ ക്യൂബ് ഷേപ്പാണ്, ഇപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. ഇതാണ് സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഓക്കെ, ജനറലി 2 ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽ, ഈസിയാണ്. ഫങ്ഷൻ പ്രൊട്ടക്ഷനാണ്. എല്ലാ എപ്പിത്തീലിയൽ സെല്ലിൻ്റെ ബേസിക് ഫങ്ഷൻ പ്രൊട്ടക്ഷനാണ് കേട്ടോ. ലൊക്കേഷൻ, ലാർജ് ഡക്റ്റ് ഓഫ് സെറ്റ് ഗ്ലാൻഡ്, മാമറി ഗ്ലാൻഡ് ആൻഡ് സലൈവറി ഗ്ലാൻഡ്. ജസ്റ്റ് ഇത്ര ഓർത്തിരിക്കുക. അടുത്തതാണ് സ്ട്രാറ്റിഫൈഡ് കോളമിനാർ എപ്പിത്തീലിയ. സ്ട്രാറ്റിഫൈഡ് കോളമിനാർ എപ്പിത്തീലിയ എന്ന് പറഞ്ഞാൽ, കോളമിനാർ നമുക്കറിയാം കുറച്ച് ലെന്തി ആയിട്ടുള്ളതാണ്. മൾട്ടി ലെയർ സൂപ്പർഫിഷ്യൽ സെൽ ഇലോങ്ങേറ്റഡ് ആൻഡ് കോളമിനാർ, സൂപ്പർഫിഷ്യൽ സെല്ല് ഇലോങ്ങേറ്റഡ് ആൻഡ് കോളമിനാർ. പ്രൊട്ടക്ഷൻ ആൻഡ് സെക്രീഷൻ. ലൊക്കേഷൻ, റെയർ ഇൻ ദ ബോഡി, സ്മോൾ എമൗണ്ട് ഇൻ മെയിൽ യൂറിത്ര. ഇത് ഏറ്റവും കുറവ് ബോഡി കാണുന്നതാണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഏറ്റവും കൂടുതൽ കാണുന്നതാണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഏറ്റവും കുറവ് കാണുന്നത് സ്ട്രാറ്റിഫൈഡ് കോളമിനാർ എപ്പിത്തീലിയം കേട്ടോ. സ്ക്വാമസ് എന്നാണ് പറഞ്ഞത്. എനിവേ, ഇത് കാണുന്ന മെയിൽ യൂറിത്ര മാത്രമാണ്, വേറൊരിടത്തും ഇത് കാണാറില്ല. ഇനിയും നമ്മൾ ഒരെണ്ണം പറഞ്ഞു, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കോളമിനാർ എപ്പിത്തീലിയ. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്, ഇത് കാണുന്നതാണ് ഒരുപാട് സ്ഥലത്ത്. ഡിസ്ക്രിപ്ഷൻ, സിംഗിൾ ലെയർ സെല്ല്, ഒറ്റ ലെയറുള്ള സെല്ലാണ്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയറുള്ള സെല്ലാണ്. സിംഗിൾ സെൽ ലെയേഡ്, ഓൾ സെൽ അറ്റാച്ച്ഡ് ടു ദ ബേസ്മെൻറ്റ്. കണ്ടോ, സിംഗിൾ സെല്ലാണ്, എല്ലാ സെല്ലും. ഇതൊരു സെല്ല് അറ്റാച്ച്ഡ് ടു ദ ബേസ്മെൻറ്റ്, ഇത് അറ്റാച്ച് ദ ബേസ്മെൻറ്റ്, ഇത് എല്ലാം ബേസ്മെൻറ്റ്. ഇതാണ് ബേസ്മെൻറ്റ്, അറ്റാച്ച്ഡ് ദ ബേസ്മെൻറ്റിലേക്ക് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ബട്ട് നോട്ട് ഓൾ റീച്ചസ് ദ ഫ്രീ സർഫസ്. ബട്ട് ഇതെല്ലാം മുകളിലെത്തുന്നില്ല. ഇത് അറ്റാച്ച്ഡാണ്, മുകൾ വരെ എത്തി. ഇത് അറ്റാച്ച്ഡാണ്, ഇവിടം കൊണ്ട് നിന്നു. ഇത് അറ്റാച്ച്ഡാണ്, ഇവിടെ തീർന്നു. ദെൻ ഇത് അറ്റാച്ച്ഡാണ്, ഇവിടം വരെ പോയി. സോ എല്ലാം മുകളിലെത്തുന്നില്ല. ന്യൂക്ലിയൈ അറ്റ് വേരിയിങ് ഡെപ്ത്ത്. അപ്പം ന്യൂക്ലിയസും പല ഡെപ്തിലാണ് കാണുന്നത്, അത് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ഫങ്ഷൻസ്, സെക്രേഷൻ ഓഫ് മ്യൂക്കസ്, പ്രൊപ്പൽഷൻ ഓഫ് മ്യൂക്കസ് ബൈ സീലിയറി ആക്ഷൻ. സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ആൻഡ് പ്രൊപ്പൽഷൻ, അതായത് മുകളിലേക്ക്, ഇതാണ് സീലിയറി ആക്ഷൻ. സീലിയറി എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് സീലിയ മൂവ് ചെയ്യുമ്പോൾ, ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ, ഇവരിപ്പോൾ സെക്രീഷനെയാണ് പ്രൊപ്പൽ, അതായത് പുറത്തേക്ക് കളയണമെങ്കിൽ, അപ്പോൾ സെക്രീഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, അങ്ങനെ അത് പുറത്തേക്ക് പോകും. ഇപ്പോൾ ചുമയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരുപാട് സെക്രീഷനൊക്കെ ഉള്ളപ്പോൾ സീലിയ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി നമ്മൾ എടുത്തു, അല്ലെങ്കിൽ ഒരുപാട് പൊടി അടിച്ചു, അപ്പോൾ നമുക്ക് പൊടി അടിക്കുമ്പോൾ ഈ സീലിയ ഒരേ സൈഡിലേക്ക് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പൊടി മുകളിലേക്ക് പോകും. ലൊക്കേഷൻ, ലൈനിങ് ഓഫ് ട്രക്കിയ. ട്രക്കിയയുടെ പാട്ടിലാണ് ഇത് കാണുന്നത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ക് പഠിക്കുമ്പോൾ ഇത് കറക്റ്റ് പിന്നെയും പറയും, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. ട്രാൻസിഷണൽ എപ്പിത്തീലിയ ഓർ യൂറോത്തീലിയ. ട്രാൻസിഷണൽ എപ്പിത്തീലിയം ഓർ യൂറോത്തീലിയ, ക്യാരക്ടറൈസ്ഡ് ബൈ ഡൂം ലൈക്ക് സെൽ ദാറ്റ് ആർ നെയ്തർ സ്ക്വാമസ് നോർ കോളമിനാർ. ഇത് സ്ക്വാമസും ആണ്. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലെയർ, ഇത് കണ്ടോ, നോർ കോളമിനാർ. കോളമിനാർ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു പ്രത്യേകതയാണ്, ഇത് ട്രാൻസിഷനും വരുന്നുണ്ട്. സ്ക്വാമസിൽ നിന്ന് കോളമിനാറിലേക്ക് ഒരു ട്രാൻസിഷൻ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം. ഇത് ട്രാൻസിഷൻ. സ്ക്വാമസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, കോളമിനാറാണോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷേ ഇതിനൊരു പേരൂടെ പറയും, ട്രാൻസിഷൻ എന്ന് പറയും. ഇത് സ്ക്വാമസ്, ഇത് ചെറുതിൽ നിന്ന് ഇത് വലുതിലേക്ക് പോകുന്നു, അതുകൊണ്ട് ഇതിനെ ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയും. ഇറ്റ് അപ്പിയറൻസ് വേരിയസസ് വിത്ത് ദ ഡിഗ്രി ഓഫ് ഡിസ്റ്റൻഷൻ. ഡിസ്റ്റൻഷൻ അനുസരിച്ച് ഇതിൻ്റെ അപ്പിയറൻസിന് വ്യത്യാസം വരും, അതായത് ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫങ്ഷൻ, സ്ട്രെച്ചിങ് ആൻഡ് പ്രൊട്ടക്ഷൻ. സ്ട്രെച്ച്
സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ലെന്തി ആവില്ലേ, അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറയും. സോ ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ലൊക്കേഷൻ ബ്ലാഡർ ആൻഡ് പാർട്ട് ഓഫ് യൂറിത്ര. ബ്ലാഡറിൽ യൂറിൻ ഇല്ല, ഇങ്ങനെ കിടന്നു. ബ്ലാഡറിന് യൂറിൻ വരുമ്പോൾ ബ്ലാഡർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും, അപ്പോഴത്തേക്ക് ടിഷ്യൂസ് ഇങ്ങനെ വലിയും, അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറയും. അതാണ് ഇവരുദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യണമെങ്കിൽ സിമ്പിൾ സ്ക്വാമസ്, സിമ്പിൾ ക്യൂബോയിഡ്, സിമ്പിൾ കോളമിനാർ, ദെൻ സീലിയേറ്റഡ്. ഈ കോളമിനാറിൽ തന്നെ സീലിയേറ്റഡ് ഉണ്ട്, നോൺ സീലിയേറ്റഡ് ഉണ്ട്. ദെൻ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സെൻസറി എപ്പിത്തീലിയം. അത് തന്നെ നമ്മൾ പറഞ്ഞൊക്കെ തന്നെയാണ്. ഇനി സ്ട്രാറ്റിഫൈഡിൻ്റെ അകത്തും സ്ട്രാറ്റിഫൈഡ് അതിനെക്കുറിച്ച് 1, 2, 3 നമ്മൾ പറഞ്ഞ എല്ലാം ഇവിടെ എഴുതി വെച്ചേക്കുന്നു. ഇതിങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ രണ്ടും നമ്മൾ പഠിച്ചതാണ്, അതനുസരിച്ചും എഴുതാവുന്നതാണ്. ടിഷ്യൂസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ചും അതിൻ്റെ സബ് ഡിവിഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് കണക്ട് ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടുഗദർ കോൾഡ് കണക്റ്റീവ് ടിഷ്യൂ. സപ്പോർട്ടിംഗ് ടിഷ്യൂ ഓർ കമ്മ്യൂണിക്കേറ്റീവ് ടിഷ്യൂ ഇങ്ങനെയും പറയും കണക്റ്റീവ് ടിഷ്യൂവിനെ. അതായത് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിനെ കണക്റ്റ് ചെയ്യുന്ന ടിഷ്യൂസാണ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും അതിനൊക്കെ നമ്മളിപ്പോൾ നോക്കും. ടൈപ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ദെൻ അഡിപ്പോസ് ടിഷ്യൂ, കാർട്ടിലേജസ്, ബോൺ, ഡെൻസ്, ഇങ്ങനെ ഇത്രയും ടൈപ്പാണുള്ളത്. അതായത് കണക്റ്റീവ് ടിഷ്യൂ ലൂസ് ഉണ്ട്, ഡെൻസ് ഉണ്ട്, ദെൻ ബ്ലഡ്, ഇങ്ങനെ ബോണ്, കാർട്ടിലേജ്, ഇങ്ങനെ പല ടൈപ്സ് ഉണ്ട്. ഇതൊരു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ നോക്കാം. ഫങ്ഷൻസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ: സപ്പോർട്ട് ആൻഡ് ബൈൻഡ് ഓഫ് അതർ ടിഷ്യൂ, ഹോൾഡിംഗ് ബോഡി ഫ്ലൂയിഡ്, ഡിഫെൻഡിങ് ദ ബോഡി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, മാക്രോഫേജ്, പ്ലാസ്മ സെൽ, മാസ്റ്റ് സെൽ, WBC. ഇതൊക്കെയാണ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂസ്. സ്റ്റോറിങ് ന്യൂട്രിയൻറ്റ് ആസ് ഫാറ്റ്. ഇതാണ് കണക്റ്റീവ് ടിഷ്യൂ. സപ്പോർട്ടിംഗ് ആൻഡ് ബൈൻഡിങ് ടിഷ്യൂ, ഹോൾഡിംഗ് ദ ഫ്ലൂയിഡ്, ദെൻ ഡിഫെൻഡിങ് ബോഡി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, സ്റ്റോറിങ് ന്യൂട്രിയൻറ്റ് ആസ് ഫാറ്റ്. അതാണ് അഡിപ്പോസ് ടിഷ്യൂ. കമ്പോണൻറ്റ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസിലുള്ള കമ്പോണൻറ്റ്സ്. എനി കണക്റ്റീവ് ടിഷ്യൂ ഈസ് മേഡപ്പ് ഓഫ് 3 ബേസിക് ഇലമെൻറ്റ്സ്. ഏത് കണക്റ്റീവ് ടിഷ്യൂ 3 ബേസിക് ഇലമെൻറ്റ്സും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതർവൈസ് ഫോം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ആൻ അമോഫസ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓർ ഇൻ്റർസെല്ലുലാർ സബ്സ്റ്റൻസ്. അമോഫസ് എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തത്. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, അതായത് ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു സിമെൻറ്റ്. ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക്കാണ് സിമെൻറ്റിൻ്റെ മുകളിലാണ് പിന്നെ ബിൽഡിങ് കെട്ടിപ്പൊക്കുന്നത്. അതുപോലെ ഇതൊരു സിമെൻറ്റ് പോലെ ആക്ട് ചെയ്യും. ഫൈബർ ക്യാൻ ബി കമ്പയർഡ് ടു മെറ്റൽ ഓർ അയൺ റോഡ്. ദെൻ ഫൈബർ ഇങ്ങനെ മെറ്റൽ ഓർ അയൺ റോഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഇങ്ങനെ സെൽസ് ക്യാൻ ബി കമ്പയർഡ് ബ്രിക്സ് ഓർ ഗ്രാനൈറ്റ്. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂവിനെ ഒരു ബീഡ് പോലെയാണ് അവർ പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സിമെൻ്റാണ് അമോർഫസ്, ഏറ്റവും താഴെയുള്ള ഇൻ്റർസെല്ലുലാർ സബ്സ്റ്റൻസ്. ദെൻ ഫൈബേഴ്സ് ഉണ്ട്, ദെൻ സെല്ലുണ്ട്. സെല്ലിനെ ബ്രിക്സും ഗ്രാനൈറ്റായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. അമോർഫസ്, ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ഫൈബർ, സെല്ല്. These 3 substance elements are bathed in tissue fluid or extracellular fluid. Bathed in tissue fluid or extracellular fluid എന്ന് പറഞ്ഞാൽ ഈ എല്ലാ 3 സബ്സ്റ്റൻസിനെയും ടിഷ്യൂ ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ബാത്ത് ചെയ്തേക്കെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഫൈബേഴ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഫൈബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ടാമത്തെ പോർഷനാണ് ഫൈബേഴ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഫങ്ഷൻസ് ഓഫ് ഫൈബേഴ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ: ടു പ്രൊവൈഡ് ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ഫോർ ദ ടിഷ്യൂ. ദർ ആർ 3 ടൈപ്സ് ഓഫ്. അതായത് ഈ സിമെൻറ്റാണ്, സിമെൻറ്റിൻ്റെ മുകളിൽ ഫൈബർ വെച്ചേക്കുന്ന പോലെ അത് റോഡ് വെച്ചേക്കുന്നത്, അതൊരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ. എത്ര ടൈപ്പാണുള്ളത്? ഫൈബർ എത്ര ടൈപ്പുണ്ട്? കൊളാജൻ ഫൈബർ, റെറ്റിക്കുലാർ ഫൈബർ, ഇലാസ്റ്റിക് ഫൈബർ. ഇതാണ് ഫൈബറിൻ്റെ ടൈപ്പ്. ഓൾ ആർ കോംപ്ലക്സ് പ്രോട്ടീൻ ഇൻസോലുബിൾ ഇൻ വാട്ടർ ഓർ ന്യൂട്രൽ സോൾവെൻറ്റ്. ഇത് കോംപ്ലക്സ് പ്രോട്ടീനാണ്, ഇത് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്.
സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ, അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് സെൽസ്. കണക്റ്റീവ് ടിഷ്യൂ മൂന്നുണ്ടെന്ന് പറഞ്ഞു. അമോർഫസ്, ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ദെൻ ഫൈബർ നമ്മൾ പറഞ്ഞു, ഹൈഗാലിൻ, റെറ്റിക്കുലാർ, ഇലാസ്റ്റിക്, ദെൻ സെൽസ്. ഇതൊക്കെയാണ് സെല്ല്. ഫൈബ്രോബ്ലാസ്റ്റ് ഇതാണ് ഏറ്റവും കൂടുതലുള്ള കണക്റ്റീവ് ടിഷ്യൂ സെല്ല്. മാക്രോഫേജസ്, മാസ്റ്റ് സെല്ല്, ഇതെല്ലാം ഈ മാക്രോഫേജ്, മാസ്റ്റ് സെല്ല് ഇതെല്ലാം ഈ ഫാഗോസൈറ്റോസിസിന്, ബോഡിയുടെ ഡിഫെൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അൺഡിഫറൻഷിയേറ്റ് മെസൻകൈമസ് സെൽ, ഫാറ്റ് സെൽ, ബ്ലഡ് ലൂക്കോസൈറ്റ്, പിഗ്മെൻറ്റ് സെല്ല്, ഇതൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ സെൽസ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ, ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈവൻ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ പഠിച്ചപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. സിമ്പിൾ, സ്ട്രാറ്റിഫൈഡ്, സിമ്പിളിൻ്റെ അടുത്ത് സ്ക്വാമസ്, ക്യൂബോയിഡ്, കോളമിനാർ, അങ്ങനെ സ്ട്രാറ്റിഫൈഡ്, സ്ക്വാമസ്, അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം, നോ ഇഷ്യൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതുക, ഇതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. എക്സാമിന് ഇങ്ങനെ എഴുതുന്ന കേട്ടോ മാർക്ക് സ്കോർ ചെയ്യുന്നത്. ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുന്നേക്കാളും ഇങ്ങനെ ഒരു ഡയഗ്രാം അല്ലെ ട്രീ പോലെ വെച്ച് എഴുതുന്നതിനാണ് എപ്പോഴും മാർക്ക് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ 4 ടൈപ്പ് ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ, അതിലൊന്ന് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറാണ്. ഈ പ്രോപ്പറിൻ്റെ അടിയിൽ അണ്ടർ 2 ഉണ്ട്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് എന്ന് പറഞ്ഞാൽ ലൂസായിട്ട് അത്ര ക്ലോസ് ടുഗദർ അല്ല, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിൽ തന്നെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൽ തന്നെ ഏരിയോളാർ, അഡിപ്പോസ്, റെറ്റിക്കുലാർ ഉണ്ട്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിൽ റെഗുലർ, ഇറഗുലർ, ഇലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസിന് നമ്മൾ പഠിച്ചു. കണക്റ്റീവ് ടിഷ്യൂ ഫസ്റ്റ്, കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിൽ 2 ഉണ്ട്, ലൂസ് ആൻഡ് ഡെൻസ്. ലൂസിൽ 3 ആയിട്ടുണ്ട്, ഏരിയോളാർ, അഡിപ്പോസ്, റെറ്റിക്കുലാർ. ഇതിന് ഡെൻസിൽ 3 ഉണ്ട്, റെഗുലർ, ഇറഗുലർ, ഇലാസ്റ്റിക്. അതിലൊരു പാർട്ട് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ കാർട്ടിലേജ് 3 ഉണ്ട്, ഹയാലിൻ കാർട്ടിലേജ്, ഫൈബ്രോ കാർട്ടിലേജ്, ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഓക്കെ, നെക്സ്റ്റ് ബോണിൻ്റെ അകത്ത് കമ്പാക്റ്റ് ബോണ്, സ്പോഞ്ചി ബോണ്, ബ്ലഡ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത് ഈസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ നോട്ടൊക്കെ എഴുതി വെച്ച് പഠിക്കേണ്ടതാണ്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെം പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ലൂസ് അല്ലേ പറഞ്ഞത്. ഇനി കണക്റ്റീവ് ടിഷ്യൂ ലൂസ് എന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിൽ ലൂസും ഉണ്ട്, ഡെൻസും ഉണ്ട്. അപ്പോൾ ലൂസിൻ്റെ അകത്തെ 3 ഉണ്ട്, ഏരിയോളാർ, അഡിപ്പോസ്, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏരിയോളാർ ടിഷ്യൂ നോക്കാം. ഏരിയോളാർ ടിഷ്യൂ എപ്പോഴും മാമറി ഗ്ലാൻഡിലാണ്. ജെൽ ലൈക്ക് മാട്രിക്സ് വിത്ത് ഓൾ 3 ഫൈബർ ടൈപ്പ്. 3 ഫൈബർ ടൈപ്പും ഉണ്ട്. 3 ഫൈബർ ടൈപ്സ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. കൊളാജൻ, റെറ്റിക്കുലാർ, ഇലാസ്റ്റിക്, ഇതാണ് 3 ഫൈബർ ടൈപ്പും. ഈ 3 ഫൈബർ ടൈപ്പും ഈ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിലെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിലെ അഡിപ്പോസ്, ഏരിയോളാറി വരുന്നുണ്ട്. 3 ഫൈബർ ടൈപ്പ്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്തുള്ള സെല്ലുകളാണ് ടൈപ്പ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഫൈബർ പഠിച്ചു. ഇനി സെല്ല് ഏതൊക്കെയാണ്? സെല്ല്, ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജ്, മാസ് സെല്ല്, കൊളാജൻ ഫൈബർ. കൊളാജൻ ഫൈബറിന് അവിടെ ഇവിടെ WBC എന്ന് എഴുതണം. WBC ഈ ഫൈബറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇങ്ങനെ എഴുതുക. ഇസ് ഏരിയോള ജെൽ ലൈക്ക് മാട്രിക്സ് വിത്ത് ഓൾ 3 ഫൈബർ ടൈപ്പ്. ഓൾ 3 ഫൈബറിൻ്റെ അകത്ത് വരുന്നതാണ് കൊളാജിൻ ഫൈബർ. ബാക്കി നമ്മളെല്ലാം പറഞ്ഞാണ്, ഇലാസ്റ്റിക് ഫൈബർ, റെറ്റിക്കുലാർ ഫൈബർ. ഓക്കെ, അത് 3 ഇതിലുണ്ട്. അതോടൊപ്പം സെൽസ് ഉണ്ട്. സെല്ലിൻ്റെ അകത്ത് വരുന്നതാണ് ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജ്, മാസ് സെല്ല് ആൻഡ് WBC, അതർവൈസ് ലൂക്കോസൈറ്റ്. ഇതാണ് അതിൻ്റെ പിക്ചർ. മാക്രോഫേജ് ഇതെല്ലാം വരുന്നുണ്ട്. ഫങ്ഷൻസ്. ഇറ്റ്സ് മാക്രോഫേജ് ഫാഗോസൈറ്റൈസ്ഡ് ബാക്ടീരിയ. ഫാഗോസൈറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിഫെൻസ് മെക്കാനിസം ആണ്. അതിനെ ഇങ്ങനെ സോൾവ് ചെയ്യും. പ്ലേസ് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഇൻഫ്ലമേഷൻ, ഹോൾഡ് ആൻഡ് കൺവേ ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. നിങ്ങൾ ഇച്ചിരി താഴേക്ക് എഴുതുക. ഞാൻ ഒരു സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ലൊക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ എപ്പിത്തീലിയൽ ക്യാപ്പിലറീസ് ഓഫ് ബ്ലഡ് ക്യാപ്പിലറിയിലാണ് ഇത് കാണുന്നത്. അണ്ടർ എപ്പിത്തീലിയൽ ക്യാപ്പിലറീസ് ഓഫ് ബ്ലഡ്. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂൻ്റെ അടുത്തതാണ് അഡിപ്പോസ്. അഡിപ്പോസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് ഫാറ്റ് ടിഷ്യൂസ് എല്ലാം അഡിപ്പോസ് ടിഷ്യൂ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. മാട്രിക്സ് ആസ് ഇൻ ഏരിയോളാർ ബട്ട് വെരി സ്പാർസ് ക്ലോസ്ലി പാക്ഡ് അഡിപ്പോസൈറ്റ്. ഇതൊരു മാട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഫാക്ടറിന് പറയുന്നവരാണ്. ഇത് ഏരിയ പോലെ തന്നെയാണ്, ബട്ട് വെരി സ്പാർസ് ക്ലോസ്ലി പാക്ഡ് അഡിപ്പോസ്. അടുത്തടുത്തുള്ള അഡിപ്പോസൈറ്റ്, അതായത് ഫാറ്റ് സെല്ല് ഇങ്ങനെ അടുത്തടുത്ത് ജോയിൻ ചെയ്ത് കിടക്കും. ഹൗ ന്യൂക്ലിയസ് പുഷ്ഡ് ടു ദ സൈഡ് ബൈ ലാർജ് ഫാറ്റ്. ഇതിൻ്റെ ന്യൂക്ലിയസ് നടുക്കിരിക്കേണ്ടതാണ്. ഇതിൻ്റെ ഈ ഫാറ്റിനെ തള്ളി ഒരു സൈഡിൽ കൊണ്ടാക്കും. അപ്പോൾ ന്യൂക്ലിയസ് എപ്പോഴും അതിൻ്റെ കോർണറിലായിരിക്കും. ഓക്കെ, ഫങ്ഷൻസ്. പ്രൊവൈഡ് റിവേഴ്സ് ഫുഡ് ഫ്യൂവൽ
ഇൻസുലേറ്റ് അഗെയിൻസ്റ്റ് ഹീറ്റ് ലോസ്, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് ഓർഗൻ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ടിഷ്യൂസ് ഓൾറെഡി ഫാറ്റി ആയിട്ടുള്ളവർക്ക് ഒരുപാടുണ്ട്. പക്ഷേ ഇതിന് ചെറുതായിട്ട് വേണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഫ്യൂവൽ റിസർവ് ആണ്. എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഇത് കൺവേർട്ട് ആകും. അല്ലെങ്കിൽ ഒരുപാട് കോൾഡ് ഏരിയാസിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഹീറ്റിനെ നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ പ്രൊവൈഡ് റിവേഴ്സ് ഫുഡ് ഫ്യൂവൽ, ഇൻസുലേറ്റ് അഗെയിൻസ്റ്റ് ഹീറ്റ് ലോസ്, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് ഓർഗനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഓർഗൻ്റെ കവറിംഗ് ആയിട്ടും ഒക്കെ ഉണ്ട്. ലൊക്കേഷൻ അണ്ടർ സ്കിൻ, അറൗണ്ട് കിഡ്നീസ് ആൻഡ് ഐബോൾസ്, വിതിൻ എബ്ഡോമൻ ആൻഡ് ഇൻ ബ്രസ്റ്റ്. ഇതെല്ലാം അഡിപ്പോസ് ടിഷ്യൂ സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ്. ാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിലെ റെറ്റിക്കുലാർ. ഇങ്ങനെ 3 എണ്ണമാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ വരുന്നത്. ഇങ്ങനെയാണ് റെറ്റിക്കുലാറിൻ്റെ അപ്പിയറൻസ് ആണ് ഈ കാണുന്നത്. നെറ്റ്വർക്ക് ഓഫ് റെറ്റിക്കുലാർ ഫൈബർ ഇൻ എ ടിപ്പിക്കൽ ലൂസ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, റെറ്റിക്കുലാർ സെൽ ലൈ ഓൺ ദ നെറ്റ്വർക്ക്. ഇങ്ങനെ ഒരു ചെറിയ നെറ്റ്വർക്ക് പോലെയാണ് റെറ്റിക്കുലാർ കിടക്കുന്നത്. ഫങ്ഷൻ, ഫൈബർ ഫോം എ സോഫ്റ്റ് ഇൻറ്റേർണൽ സ്കെലിറ്റൺ ദാറ്റ് സപ്പോർട്ട് അതർ സെൽ ടൈപ്പ് ഇൻക്ലൂഡിങ് വൈറ്റ് WBC, മാസ്റ്റ് സെൽ ആൻഡ് മാക്രോഫേജ്. ഇത് സപ്പോർട്ട് ചെയ്യുക, ഒരു സ്കെലിറ്റൺ പോലെ ഫോം ചെയ്യും. ഇതുകൊണ്ട് ഇതിനിങ്ങനെ സ്കെലിറ്റൻ പോലെ ഫോം ചെയ്തിട്ട് ഇതിനെ സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നു. എവിടെയൊക്കെയാണ്? WBC, മാസ്റ്റ് സെല്ല്, മാക്രോഫേജ്. ഈ മാസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഈ WBC പോലെ തന്നെ ഈ ഫാഗോസൈറ്റോസിസിനെ ബോഡിയുടെ ഡിഫെൻസിന് യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ റിയാക്ഷൻ, സെല്ലുലാർ റിയാക്ഷനൊക്കെ പഠിക്കും. അപ്പോൾ പിന്നെ അത് പഠിക്കാവുന്നതാണ്. ലൊക്കേഷൻ ലിംഫോയിഡ് ഓർഗൻ, ദെൻ ബോൺ മാരോ, മാക്രോഫേജ്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇത് കാണുന്നതായിരിക്കും റെറ്റിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ മറ്റേ ലൂസ് വളരെ ഫ്രീ ആയിട്ടായിരുന്നു. ഇത് ഡെൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ളതെന്ന് അർത്ഥം. ഇറഗുലർ ഡെൻസ്, ഇതെല്ലാം ഇറഗുലറായിട്ടാണ് കിടക്കുന്നത്. പ്രൈമർലി ഇതെങ്ങനെയാണ്? ഇറഗുലർലി അറേഞ്ച്ഡ് കൊളാജൻ ഫൈബർ ഇതിൻ്റെ അകത്തുള്ളതാണ്. ഇറഗുലർലി അറേഞ്ച്ഡ്, ഇതെല്ലാം കൊളാജൻ ഫൈബേഴ്സാണ് ഈ കാണുന്നത്. കണ്ടോ ഈ കൊളാജൻ ഫൈബർ, ഇതൊക്കെ ന്യൂക്ലിയസ് ആണ് ഈ കാണുന്നത്. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെയൊന്നും അല്ല, തോന്നുന്ന പോലെയൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇറ്റ്സ് എ ഇറഗുലർലി അറേഞ്ച്ഡ് കൊളാജൻ ഫൈബർ, സം ഇലാസ്റ്റിക് ഫൈബർ, മേജർ സെൽ ടൈപ്പ് ഈസ് ദ ഫൈബ്രോബ്ലാസ്റ്റ്. അപ്പം ഫൈബറിൻ്റെ അകത്ത് കൊളാജൻ ഫൈബറും ഉണ്ട്, ഇലാസ്റ്റിക് ഫൈബറും ഉണ്ട്. റെറ്റിക്കുലാർ ഫൈബർ ഇല്ല. 3 എണ്ണമാണല്ലോ ഉള്ളത്. സെല്ല് കുറേ പഠിച്ചു. അതിൻ്റെ അകത്ത് മേജർ സെല്ലെന്ന് പറഞ്ഞാൽ ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. ഫങ്ഷൻ, ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. ഇലാസ്റ്റിസിറ്റി വരും, അതായത് ഇങ്ങനെ വലിയുന്നതായിരിക്കും. എക്സാമ്പിൾ, ഡെർമിസ് ഓഫ് ദ സ്കിൻ, സബ്മ്യൂക്കസ് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ക് ആൻഡ് ജോയിൻസ്. ഇതൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ്. സബ്മ്യൂക്കസ് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ക്, ഡെർമിസ്, ഇതൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ആൻഡ് ജോയിൻസ്, ഇങ്ങനെയാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ പഠിച്ചു. ലൂസിൻ്റെ അകത്ത് അഡിപ്പോസ്, പിന്നെ ഏരിയോളാർ ഉണ്ടായിരുന്നു, റെക്റ്റിക് ഉണ്ടായിരുന്നു. ഇത് റെഗുലറാണ് ഇനി അടുത്ത് കാണുന്നത്. ഇനി റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. റെഗുലർ കണ്ടോ, വളരെ ഡീസൻ്റായിട്ടാണ്, റെഗുലറായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ. പ്രൈമർലി പാരലൽ കൊളാജൻ ഫൈബർ, ഇതും കൊളാജൻ ഫൈബർ ആട്ടോ. ആൻഡ് ഫ്യൂ ഇലാസ്റ്റിക് ഫൈബർ, കുറച്ച് ഇലാസ്റ്റിക് ഫൈബർ, സെയിം ആസ് ഇറഗുലർ. മേജർ സെല്ല് ഫൈബ്രോബ്ലാസ്റ്റ്, സെയിം ആസ് ഇറഗുലർ തന്നെയാണ്. അറേഞ്ച്മെൻറ്റിൽ വന്നേക്കുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫങ്ഷൻ, അറ്റാച്ച് മസിൽ ടു ബോൺ ആൻഡ് ബോൺ ടു ബോൺ. ഈ മസിലിനെ ബോണായിട്ടും ഒരു ബോണിനെ വേറൊരു ബോണായിട്ടും കണക്റ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ് ഈ റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ലൊക്കേഷൻ, ടെൻഡൻ ആൻഡ് ഇൻ മോസ്റ്റ് ലിഗമെൻറ്റ്സ്. ടെൻഡൻ, ലിഗമെൻറ്റ്സ് അവിടെയെല്ലാം കാണുന്ന ടിഷ്യൂ ആണ് റെഗുലർ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പം നമുക്ക് അതിൻ്റെ എല്ലാം കഴിഞ്ഞു. കണക്റ്റീവ് ടിഷ്യൂസിലെ ഫസ്റ്റ് പാർട്ടായ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കാർട്ടിലേജ്. കാർട്ടിലേജിൻ്റെ അകത്ത് കാർട്ടിലേജ്, ബോണ്, ബ്ലഡാണ് ഇനി പഠിക്കാനുള്ളത്. കാർട്ടിലേജിൻ്റെ അകത്ത് ഫസ്റ്റാണ് ഹയാലിൻ കാർട്ടിലേജ്. കാർട്ടിലേജ് ബോൺ പോലെ തന്നെ, പക്ഷേ ബോണിനെയൊക്കെ സോഫ്റ്റാണ്, ഫ്ലെക്സിബിളാണ്. ഇതൊക്കെയാണ് കാർട്ടിലേജ്. നമുക്ക് ഏറ്റവും അറിയാവുന്ന കാർട്ടിലേജാണ് ചെവി കാർട്ടിലേജാണ്. മൂക്കിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കാർട്ടിലേജാണ്. അതിൻ്റെ ബാക്കിലേക്ക് ഹാർഡ് സർഫസ് മാത്രമേ ഉള്ളൂ ബോണായിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ വെർട്ടിബ്ര കാർട്ടിലേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വളയാനും തിരിയാനും ഒക്കെ പറ്റുന്നത്. അല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നേനെ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാർട്ടിലേജസ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ, അമോർഫസ് ബട്ട് ഫേം മാട്രിക്സ്. അമോർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് പറയത്തില്ല, പക്ഷേ ഫേമാണ്. കോൺട്രോബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് മാട്രിക്സ്. കോൺട്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹയാലിൻ മെംബ്രെയിനിൽ മാത്രം കാണുന്ന സെല്ലാണ്. ഇതാണ് മാട്രിക്സിനെ ഫോം ചെയ്യുന്നത്. വെൻ മച്ചുർ ലൈസ് ഇൻ ലാക്യുനെ. ഇത് മച്ചുറായി കഴിഞ്ഞാൽ ലാക്യുനെ മീൻസ് എം ടി സ്പേസിലാണ് ഉള്ളത്.
ഫങ്ഷൻസ് എം ജി സ്പേസിലാണിത് പിന്നെ കാണപ്പെടുന്നത്. ഫങ്ഷൻസ് സപ്പോർട്ട് ആൻഡ് റീഇൻഫോഴ്സ് ടു റെസിസ്റ്റ് കോംപ്രഹെൻസീവ് സ്ട്രെസ്. ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്നാണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ഡെൻസ് ഇങ്ങനെ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഹയാലിന് ഇങ്ങനെ മൂവബിൾ ആയതുകൊണ്ട് കുറച്ചൊക്കെ സ്ട്രെസ്സിനെ അബ്സോർവ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ ഫോം മോസ്റ്റ് ഓഫ് ദ എംബ്രിയോണിക് സ്കെലിറ്റൻ, അതായത് ഇൻ യൂട്രസിലുള്ള ബേബീസിൻ്റെ എല്ലാ സ്കെലിറ്റനും തന്നെ ഹയാലിനാണ്. അതുകൊണ്ടാണ് കൊച്ചിനിങ്ങനെ കിടന്ന് മൂവ് ചെയ്യാനും ബർത്തിൻ്റെ സമയത്തൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണല്ലോ. സോ എംബ്രിയോണിക് സ്കെലിറ്റൺ ആണ് മോസ്റ്റ് ഓഫ് ദ സ്കെലിറ്റൻ. പിന്നെ അത് മച്ചുറാവും. എൻഡ് ബോൺ ലോങ് ബോണിൻ്റെ എൻഡ് കാർട്ടിലേജ് ഉണ്ട്. കാർട്ടിലേജ് ഓഫ് നോസിൽ കാർട്ടിലേജ് ഉണ്ട്. ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് വെച്ചാൽ കുറച്ച് വലിയണം. സിമിലർ ടു ഹയാലിൻ കാർട്ടിലേജ് ബട്ട് മോർ ഇലാസ്റ്റിക് ഫൈബറിൻ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വലിയാൻ ചാൻസ് ഉള്ള, സ്ട്രെച്ച് ചെയ്യാൻ ഓപ്ഷനുള്ള കാർട്ടിലേജാണ്. ഫങ്ഷൻ മെയിൻറ്റെയിൻ ദ ഷേപ്പ് ആൻഡ് അലോ ഫ്ലെക്സിബിലിറ്റി. ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫ്ലെക്സിബിലിറ്റി സമ്മതിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കുക. എക്സാമ്പിൾ എക്സ്റ്റേണൽ ഇയർ, അതായത് ചെവിയുടെ പിന്ന എക്സ്റ്റേണൽ ഇയർ, അത് ഫ്ലെക്സ് ഇങ്ങനെ വലിക്കാം ഒക്കെ ചെയ്യാവുന്നതാണ്. അതാണ് ഇലാസ്റ്റിക് കാർട്ടിലേജിന് എക്സാമ്പിൾ. അടുത്തതാണ് ഫൈബ്രോ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ കൊളാജൻ ഫൈബർ തന്നെയാണ്. പ്രീഡോമിനൻറ്റ് മാട്രിക്സ് ഇസ് ഹയാലിൻ ബട്ട് ലെസ് ഫേം. ഹയാലിനാണ്, അത്ര കട്ടിയില്ല, ഫേമല്ല. ഫങ്ഷൻ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് അബ്സോർവ് കോംപ്രഹെൻസീവ് ഷോക്ക്. ഈ ഒത്തിരി ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന ഷോക്കിനെ അബ്സോർവ് ചെയ്യാനായിട്ടാണ്. ഭയങ്കര റിജിഡായിട്ടുള്ളൊരു സർഫസിലേക്ക് ഷോക്ക് വന്നാൽ അത് പൊട്ടിപ്പോവും. പക്ഷേ അതൊരു ഇച്ചിരി ഫ്ലെക്സിബിൾ ആണെങ്കിൽ അത് ഇച്ചിരി അങ്ങോട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് ആ ഷോക്കിനെ കുറച്ചൊക്കെ അബ്സോർവ് ചെയ്തെടുക്കും. ലൊക്കേഷൻ ഇൻ്റർവെർട്ടിബുലർ ഡിസ്ക് ഓഫ് നീ ജോയിൻറ്റ്, വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ഡിസ്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അബ്സോർവ് ചെയ്യാനും ബെൻഡ് ചെയ്യാനും പല രീതിയിലുള്ള ഷേപ്പ് വരുന്നതൊക്കെ ഈ കാർട്ടിലേജ് ആയതുകൊണ്ടാണ്. പിന്നെ നീ ജോയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവബിൾ ആണല്ലോ. അടുത്ത കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോണ്. ഇപ്പോൾ കാർട്ടിലേജ് കഴിഞ്ഞു, ഇനി ബോണ് കഴിഞ്ഞ് ബ്ലഡ് കൂടിയാണുള്ളത്. അപ്പോൾ അത് തീരും. ബോണിൻ്റെ അകത്ത് ഹാർഡ് കാൽസിഫൈഡ് മാട്രിക്സ് കണ്ടെയ്നിങ് മെനി കൊളാജൻ ഫൈബർ വെരി വെൽ വാസ്. അതൊരു ബോണിൻ്റെ അകത്ത് ഏതാണുള്ളത്? കൊളാജൻ ഫൈബറാണുള്ളത്. കൊളാജൻ ഫൈബർ ഇത് ഭയങ്കര ഹാർഡാണ്, വെരി വെൽ വാസ്കുലറൈസ്ഡ്. അപ്പോൾ ബോണിലാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസൽസ് ഉള്ളത്. അതുകൊണ്ടാണ് ബോൺ ഇഞ്ചുറി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത്. ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസൽസ് ബോണിലാണുള്ളത്. ഓക്കെ, ഫങ്ഷൻസ് ബോൺ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് പ്രൊവൈഡ് ലീവേഴ്സ് ഫോർ ദ മസിൽസ് ടു ആക്ട് ഓൺ. ബോണിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഇത് പഠിക്കാനുള്ളതാണ് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ. അതുകൊണ്ട് ഇവിടെ അത്രയും പഠിക്കണ്ട. ബോണിന് ഇത്ര അറിഞ്ഞാൽ മതി. സപ്പോർട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതാണ് ബോണിൻ്റെ. ലീവേഴ്സ് ഫോർ മസിൽ അറ്റാച്ച്, അത് മസിൽ അറ്റാച്ച് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുക. സ്റ്റോർ കാൽഷ്യം, ബോണിലാണ് കാൽഷ്യം സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് അതർ മിനറൽസ് ആൻഡ് ഫാറ്റ്, ബോണിൽ ഫാറ്റും ഉണ്ട്, അത് ഓർക്കണം. ബോൺ മാരോ ഈസ് ദ സൈറ്റ് ഓഫ് ബ്ലഡ് സെൽ ഫോർമേഷൻ. അപ്പോൾ ബോൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബോൺ സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, മസിൽസിനെയൊക്കെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, കാൽഷ്യത്തിനെയും മിനറൽസിനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്നു, ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്നു. ബോൺ മാരോയിലാണ് ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നത്. ഇത് 1, 2, 3 എന്ന് പറഞ്ഞ് വേണേൽ എഴുതാം. ഇത് നിങ്ങൾക്ക് മസ്കുലോസ്കെലിറ്റത്തിൽ പഠിക്കാനുള്ളതാണ്. ലൊക്കേഷൻ സ്കെലിറ്റൽ ഒരു ഈ ടിഷ്യൂ പലയിടത്തും ഉണ്ട്, സ്കെലിറ്റൻ പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡിൻ്റെ അകത്ത്. അതോടുകൂടി കണക്റ്റീവ് ടിഷ്യൂ തീരും. ബ്ലഡ് ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ? ബ്ലഡാണ്. റെഡ് ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻ ഫ്ലൂയിഡ് മാട്രിക്സ്. ഓക്കെ, ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ഫങ്ഷൻ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്, ന്യൂട്രിയൻ, വേസ്റ്റ് ആൻഡ് അതർ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ ബ്ലഡിൻ്റെ നമുക്ക് അങ്ങനെ പഠിക്കേണ്ടത് ട്രാൻസ്പോർട്ട് ചെയ്യുക, അത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും, പിന്നെ ന്യൂട്രീഷൻസ് കൊടുക്കുക, വേസ്റ്റിനെ അബ്സോർവ് ചെയ്യുക, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ലൊക്കേഷൻ ബ്ലഡ് വെസൽസിലാണ് ബ്ലഡ് കാണുന്നത്. നെക്സ്റ്റ് മസിൽ ടിഷ്യൂസ് ആണ്. Muscle tissue is one of the 4 tissue type, and muscle tissue combined with nerve, blood vessels and various connective tissue. അപ്പോൾ മസിൽ ടിഷ്യൂസിൽ നെർവ് ടിഷ്യൂ പഠിക്കാനുള്ളതാണ്. ബ്ലഡ്,
ബ്ലഡ് വെസൽസ് ഉണ്ട്, വേരിയസ് കണക്റ്റീവ് ടിഷ്യൂ ഇതിനോട് കണക്റ്റഡ് ആണ്. 3 ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇതാണ്, നമ്മൾ ജസ്റ്റ് ടൈപ്പ് മാത്രം പഠിക്കുന്നതാണ്. ഇപ്പം 3 ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂ: കാർഡിയാക് മസിൽ, സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ. ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് യൂഷ്വലി ചോദിക്കാറുള്ളതാണ്. കാർഡിയാക് മസിൽ, സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽസ്. സ്കെലിറ്റൽ മസിൽ ആദ്യം നോക്കാം. ലോങ് സ്ട്രേറ്റഡ് സെൽ വിത്ത് മൾട്ടിപ്പിൾ ന്യൂക്ലിയ. ഇങ്ങനെ ഉണ്ടോ, നീളത്തിലുള്ളതാണ്. ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ന്യൂക്ലിയ ഉണ്ട്. ഫങ്ഷൻ: കൺട്രാക്ഷൻ ഫോർ വോളണ്ടറി മൂവ്മെൻറ്റ്. സ്കെലിറ്റൽ മസിൽ കൺട്രാക്ട് ചെയ്യുക ഫോർ വോളണ്ടറി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ലൊക്കേഷൻ: സ്കെലിറ്റൽ മസിൽസ്. ഇത് സ്കെലിറ്റൽ മസിൽസാണ്. സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ ഉള്ള സ്കെലിറ്റൽ മസിലാണ്. നെക്സ്റ്റാണ് സ്മൂത്ത് മസിൽ ടിഷ്യൂ. സ്മൂത്ത് മസിൽ ടിഷ്യൂ നമ്മളിപ്പോൾ സ്കെലിറ്റൽ കണ്ടു, ഇനി സ്മൂത്ത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. ആ ചാപ്റ്ററിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് എഴുതിയാലും നിങ്ങൾക്കും അത്യാവശ്യം മാർക്ക് കിട്ടുന്നതാണ്. ലോങ് സ്പിൻഡിൽ ഷേപ്ഡ് സെൽ ഈച്ച് വിത്ത് എ സിംഗിൾ ന്യൂക്ലിയസ്. ഇങ്ങനെ എല്ലാത്തിനും സിംഗിൾ ന്യൂക്ലിയസ് ആണ്. ഇതാണ് ന്യൂക്ലിയസ് കാണുന്നത്. ഓക്കെ, ഇതാണ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. ഫങ്ഷൻ: പ്രൊപ്പൽഷൻ ഓഫ് സബ്സ്റ്റൻസ് അലോങ് ഇൻറ്റേർണൽ പാസേജ് വേ. പ്രൊപ്പൽഷൻ, ഇങ്ങനെ മൂവ് ചെയ്യുക, സബ്സ്റ്റൻസിനെ മൂവ് ചെയ്യിക്കുന്നതാണ്. ലൊക്കേഷൻ: ഇൻ ഹോളോ ഓർഗൻസ്, അതായത് സ്റ്റൊമക്കിലൊക്കെ കാണുന്നതാണ് സ്മൂത്ത് മസിൽ ടിഷ്യൂസ്. കാർഡിയാക് മസിൽ ടിഷ്യൂ: ബ്രാഞ്ചിങ് സ്ട്രേറ്റഡ് സെൽ ഫ്യൂസ്ഡ് അറ്റ് പ്ലാസ്മ മെംബ്രെയിൻ. ഇതാണ് കാർഡിയാക്ക്. ബ്രാഞ്ചിങ് സ്ട്രേറ്റഡ് സെൽ ഫ്യൂസ്ഡ് അറ്റ് പ്ലാസ്മ സെല്ല്. ഫങ്ഷൻ: പമ്പിങ് ഓഫ് ബ്ലഡ് ഇൻ ദ സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് പമ്പ് ചെയ്യുക. കാർഡിയാക് മസിൽസിലെ കാർഡിയാക് ടിഷ്യൂസ് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ളതാണ്. ലൊക്കേഷൻ: വാൾ ഓഫ് ദ ഹാർട്ട്. നെക്സ്റ്റ് ആണ് നെർവ് ടിഷ്യൂസ്. നെർവ് ടിഷ്യൂസ് ഒക്കെ ഇതെല്ലാം നമ്മൾ വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ വേറൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ പറഞ്ഞത്. കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഒരു ചാപ്റ്റർ അത്ര ഡീറ്റെയിൽ വരുന്നില്ല, അതുകൊണ്ടാണ് അതും ഡീറ്റെയിൽ പോയത്. നെർവ് ടിഷ്യൂ, മസിൽസ്, ഇതൊക്കെ സ്പെഷ്യൽ ചാപ്റ്റർ തന്നെയുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ഉണ്ട്. സോ നെർവ് ടിഷ്യൂ by far the most complex tissue in the human body is nerve tissue. What is the most complex tissue in the human body? Nerve tissue. Okay, ഞാൻ ഈ പറയുന്ന വൺ വേർഡിന് ഒരു ഓപ്ഷൻ ഉള്ള പോലെ ഉള്ളതാണ്. ഫോംഡ് ബൈ എ നെറ്റ്വർക്ക് ഓഫ് മോർ ദാൻ 100 million nerve cells അസിസ്റ്റഡ് ബൈ മെനി മോർ ഗ്ലിയൽ സെൽസ്. Each neuron has on average at least 1,000 interconnected with the other neuron, forming a very complex nervous system. ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്കിവിടെ അറിയേണ്ട എന്താണ്? നെർവ് സിസ്റ്റം ഈസ് ദ വെരി കോംപ്ലക്സ് ആണ്. ഏറ്റവും കോംപ്ലക്സ് നെർവസ് ടിഷ്യൂസാണ്. കാരണം അതിൻ്റെ അകത്ത് 100 million നെർവ് സെൽസ് ഉണ്ട്. പിന്നെ ഗ്ലിയൽ സെൽസ്, അത് നമുക്ക് എന്നാന്ന് പഠിക്കാം. പിന്നെ ന്യൂറോൺസ് ആണെങ്കിലും അതിൻ്റെ തന്നെ ഇൻ്റർകണക്റ്റഡ് തൗസൻഡ്സ് ഓഫ് ഇങ്ങനെ ഇൻ്റർകണക്റ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒറ്റ വേർഡ് പഠിക്കുക. ഫങ്ഷൻസ്: റെഗുലേറ്റ് കൺട്രോൾ ബോഡി ഫങ്ഷൻ, ജനറേറ്റ് ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസ്, സപ്പോർട്ട് ഇൻസുലേറ്റ് പ്രൊട്ടക്റ്റ് ഇമ്പൾസസ്, ജനറേറ്റിംഗ് ന്യൂറോൺ. ഇത്രേ ഉള്ളൂ. കമ്പോസിഷൻസ് ഓഫ് നെർവ് ടിഷ്യൂ. എന്തൊക്കെയാണ് നെർവ് ടിഷ്യൂസിലുള്ളത്? നെർവ് ടിഷ്യൂ കമ്പോസസ് ഓഫ് എ നെർവ് സെൽ ഓർ ന്യൂറോൺ, എ ന്യൂറോഗ്ലിയ. ഇത്രയും കാര്യങ്ങളാണ്. ന്യൂറോൺ ഓർ ന്യൂറോഗ്ലിയ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. 2 എണ്ണമാണുള്ളത്. ഇതും നമ്മൾ പഠിച്ചേക്കുന്ന ന്യൂറോണൊക്കെ വരയ്ക്കാനൊക്കെ പഠിച്ചേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, അപ്പം നിങ്ങൾക്ക് അതിൽ പഠിക്കാം. എന്നാലും നമ്മൾ സ്കൂളിൽ വരെ പഠിച്ച ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. പിന്നെ സെൽ ബോഡി, ദെൻ ന്യൂക്ലിയസ്, ഡെൻഡ്രൈസ്, ഡെൻഡ്രോൺ, ആക്സോൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അത് പഠിച്ചാലും മതി. അല്ലെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൽ വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പിക്ചറാണ്. പലപ്പോഴും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഇവിടെ നിന്നല്ല, അടുത്ത ഡീറ്റെയിൽ ആയിട്ട്. ന്യൂറോൺ, നമ്മൾ ന്യൂറോണും ന്യൂറോഗ്ലിയും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ന്യൂറോൺ ആർ ബ്രാഞ്ചിങ് സെൽ. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് സെല്ലാണ്. ദെൻ സെൽ പ്രോസസ് ദാറ്റ് ദേ മേ ക്വയറ്റ് ലോങ് എക്സ്റ്റെൻഡ് ഫ്രം ദ ന്യൂക്ലിയസ് കണ്ടെയ്നിങ് സെൽ ബോഡി. കുറേ നീളമുള്ള ക്വയറ്റ് ലോങ് ആണ് ഇതിൽ മീൻസ് ന്യൂക്ലിയസിൽ നിന്ന്. ഫങ്ഷൻ: transmit electrical signal from sensory receptor and to effector or muscles or gland that control their activity. അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗ്നൽ ഓർ സെൻസറി റിസപ്റ്റർ, അതാണ്. ലൊക്കേഷൻ: ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഈ ന്യൂറോൺ കാണുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും നെർവ്സിലുമാണ്. ഇത് അത്യാവശ്യമാണ്. ഇതാണ് പെയിൻ സെൻസ് ചെയ്യുന്നത്, ഓരോ ഫീലിങ്സ് സെൻസ് ചെയ്യുന്നതെല്ലാം. നെർവ് ടിഷ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്ലിയൽ സെൽ ഓർ ന്യൂറോഗ്ലിയൽ സെൽ. Glia carry nutrient, speed,
റിപ്പയർ, പ്രൊവൈഡ് മൈലിൻ ഫോർ ആക്സോൺ, സപ്പോർട്ട് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് മേ ഫോം ദെയർ ഓൺ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ന്യൂറോഗ്ലിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ന്യൂറോഗ്ലിയൽ സെല്ല്. ഇതിനാണ് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. ന്യൂറോഗ്ലിയ ഇവിടെ ഇച്ചിരി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരി ന്യൂട്രിയൻറ്റ്, സ്പീഡ് റിപ്പയർ, പ്രൊവൈഡ് മൈലിൻ ഫോർ ആക്സൺ. മൈലിൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സോണിൻ്റെയൊക്കെ കവറിങ് ആണ് മൈലിൻ ഷീത്ത്, നമുക്കറിയാം. സപ്പോർട്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ ടിഷ്യൂ ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബാരിയർ ഉണ്ട്. അല്ലെങ്കിൽ ബ്ലഡ് എല്ലാം നല്ല ബ്രെയിനിലേക്ക് പോയി ഹെമറേജ് വരികയല്ലേ. അപ്പോൾ ഇതിനെ തടയും. പിന്നെ പല കാര്യങ്ങളും ബ്രെയിൻ ബാരിയർ ഉള്ളതുകൊണ്ട് ബ്രെയിനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങനെ വരുന്നതിനെയാണ് പ്രൊമോട്ട്, അത് വേണം. may form their own communication. They are also involved in neurogenesis. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് പഠിച്ചു, കണക്റ്റീവ് ടിഷ്യൂസ് പഠിച്ചു, പിന്നെ ബാക്കി നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടല്ല പഠിച്ചത്. മസിൽ ടിഷ്യൂസും പിന്നെ എന്താണ് പഠിച്ചത്, നെർവ് ടിഷ്യൂസും. അപ്പോൾ മസിൽ ടിഷ്യൂസും നെർവ് ടിഷ്യൂസും നിങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ വളരെ ബ്രീഫായിട്ടാണ് ഞാൻ പറഞ്ഞത്, അതും അറിഞ്ഞിരിക്കുക. ഈ രണ്ടും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ നിന്നാണ് ഡിഫറൻഷ്യേറ്റും കാര്യങ്ങളുമൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഇത് അത്യാവശ്യം പഠിക്കേണ്ടതാണ് ഈ ചാപ്റ്ററിൻ്റെ. അതായത് ഈ ഇൻട്രൊഡക്ഷൻ്റെ ഇനി ബാക്കി പഠിക്കാനുണ്ട്. ജോയിൻസ് പഠിക്കാനുണ്ട്, മസിൽസ് പഠിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് ഗ്ലാൻസ്, ഇങ്ങനെ 3 കാര്യങ്ങളൂടെ പഠിച്ചാലാണ് ഈ ഇൻട്രൊഡക്ഷൻ്റെ ഈ ചാപ്റ്റർ തീരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. കഴിവതും നോട്ടൊക്കെ എഴുതി വെച്ച് ഇപ്പോഴേ പഠിക്കുവാണെങ്കിൽ ഫസ്റ്റ് സെം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും.